നമസ്കാരം. സോയിലാണ്. ഇന്ന് ഫുഡ് കിറ്റ് കൊടുക്കണ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ആയ ആളുകൾ അവർക്ക് യാതൊരു കിറ്റും കിട്ടുന്നില്ല. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് തന്നെ ആണെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുന്നതിന്. കാരണം അവരെ കാർഡ് കുറച്ച് ഉയർന്ന കാർഡാക്കി. ഗൾഫിലുള്ള പണമായിരുന്നു ഇത്. ഏതൊരു മിഡിൽ ക്ലാസ് ആയ ആളുകളും അവരെ ആശ്രയിച്ചിരുന്ന ഗൾഫത്തെ പണമായിരുന്നു. ഗൾഫത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. 2-3 മാസങ്ങളായിട്ട് അവർക്ക് ആർക്കും ജോലിയില്ല, സാലറി ഇല്ല, ഒന്നും തന്നെ ഇല്ല. അവിടെ തന്നെ അവർ വളരെ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇൻകേസ് നമ്മുടെ നാട്ടിലെ ആളുകൾ, ഓരോ സംഘടനകളും നിങ്ങൾ ഫുഡ് കിറ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിഡിൽ ക്ലാസ് ആയ ആളുകളെ തേടി കണ്ടുപിടിച്ച് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരാരും മുന്നിലും കൈ നീട്ടൂല. അവരുടെ അഭിമാനം അതിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ ഒന്നും അവർ ചെയ്യില്ല. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചില വീടുകളിലൊക്കെ ഞാൻ ഇതറിഞ്ഞിട്ട് എൻക്വയറി ചെയ്തപ്പോൾ അവർ ഒന്നുമില്ല, അവർ വീട്ടിൽ ഒന്നും കഴിക്കാൻ അവരൊന്നുമില്ല, സാധനങ്ങൾ മേടിച്ചില്ല. കാരണം അവർക്ക് അവിടുന്ന് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരുപാടായി. അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിക്കാൻ പോലും ആളുകളെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. സോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെ നിങ്ങളുടെ നാട്ടിൽ തേടി കണ്ടുപിടിച്ച് അവർക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരുപാട് ഉപകാരമാവും. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡ് കിറ്റ് കൊടുക്കണം നോക്കുന്നത് വീടും കൂലിപ്പണിയാണോ, ചെറിയ പണിയാണോ, കടയിലാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ കിറ്റ് കൊടുക്കുന്നത്. അവർക്ക് വേറെ ഒരുപാട് സംഘടനകൾ ഒരുപാട് സ്ഥലത്തു നിന്ന് കിട്ടുന്നുണ്ട്, അവരാരും മിണ്ടുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കണേക്കാളും കൂടുതലായിട്ട് ഇതുപോലുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്.